നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. താഴ്മൺ മഠത്തിന് ശബരിമലയുടെ തന്ത്രിസ്ഥാനം നഷ്ടമാകുമോ? ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി താഴ്മൺ മഠത്തെ ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. താഴ്മൺ തന്ത്രിമാർ വിവാദത്തിൽ ഉൾപ്പെട്ട സംഭവത്തിൽ ചൂണ്ടിക്കാണിച്ച ഇവരെ തന്ത്രപൂർവ്വം ഒഴിവാക്കാനാണ് നീക്കം. യുവതീ പ്രവേശന സമയത്ത് സർക്കാരിനെതിരെ കണ്ഠര രാജീവർ ശക്തമായ നിലപാടെടുത്ത ദിവസം തന്നെ ഇക്കാര്യം സർക്കാർ തീരുമാനിച്ചിരുന്നു. കണ്ഠര രാജീവരെ മാറ്റാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും അങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രസ്താവിച്ചത് വൻ വാർത്തയായിരുന്നു. സ്വർണ്ണക്കടത്ത് നടന്നതോടെ കോടതി വഴി തന്ത്രിയെ മാറ്റുന്നത് എളുപ്പമായി. ശബരിമലയിൽ 2017 മുതൽ പുതിയ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വഞ്ചിവാഹനം തന്ത്രി രാജീവർ കൈവശപ്പെടുത്തിയെന്ന ആരോപണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ തുടക്കത്തിൽ ഉയർന്നിരുന്നു. പഴയ കൊടിമരം മാറ്റുമ്പോൾ അതിനു മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വാഹനത്തിന്റെ അവകാശ വിവാദമുയർന്നപ്പോൾ തന്ത്രിക്കാണ് എന്ന് രാജീവർ പ്രതികരിച്ചിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാഹനമാണ് കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുക. ശബരിമലയിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചിരിക്കുന്നത് ധർമ്മശാസ്താവായാണ്. ധർമ്മശാസ്താവിന്റെ വാഹനമായി സങ്കല്പിച്ചിരിക്കുന്നത് വാജി അഥവാ കുതിരയാണ്. അതായത് വാജി എന്ന് പറയുന്ന കുതിരയാണ്. ഈ കുതിരയാണ് മുകളിലുള്ളത്. പഞ്ചലോഹത്തിലുള്ള പഴയ വാജി വാഹനം ഇപ്പോൾ രാജീവരുടെ വീട്ടിലാണ് ഉള്ളത്. വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം കത്തെഴുതിയെങ്കിലും ബോർഡ് തയ്യാറായിട്ടില്ല. ശബരിമല തന്ത്രി കുടുംബമായ താഴ്മൺ മഠവുമായി ബന്ധപ്പെട്ട വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രധാന നിയമ നടപടികളും ഇവയാണ്. ആദ്യത്തേത് കണ്ഠരർ മോഹനർ കേസ്. 2006 ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരർ മഹേശ്വരയുടെ മൂത്ത മകനാണ് കണ്ഠരർ മോഹനർ. അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരർ മോഹനരെ കുപ്രസിദ്ധ കുറ്റവാളികളായ ശോഭാ ജോണും സംഘവും ബ്ലാക്ക്മെയിൽ ചെയ്തെന്നായിരുന്നു കേസ്. ലൈംഗിക സംബന്ധമായ കേസായതിനാൽ മോഹനരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി. തുടർന്ന് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധികൾ സംബന്ധിച്ചോ കൃത്യമായ അറിവില്ലെന്ന് ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തി. തന്ത്രിസ്ഥാനം തിരിച്ചുകിട്ടാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CK ഗുപ്തന് കണ്ഠരർ മോഹനർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി ഗുപ്തൻ 2018 വെളിപ്പെടുത്തുകയും ചെയ്തു. 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് 2019 ജനുവരി 2 ബിന്ദു അമ്മിണി, കനകദുർഗ എന്നീ യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ തുടർന്ന് തന്ത്രി കണ്ഠര രാജീവർ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. രാജീവരുടെ നടപടി തെറ്റെന്ന് കാണിച്ച് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകി. ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം നിലപാടെടുത്തു. 2018 ഭരണഘടനാ ബെഞ്ച് വിധിയുടെ ലംഘനമാണ് ശുദ്ധിക്രിയയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയലക്ഷ്യ ഹർജികൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും തീരുമാനമായില്ല. തന്ത്രി രാജീവരുടെ അറസ്റ്റിനെ ശബരിമലയിൽ നടക്കുന്ന മകരവിളക്ക് ഉത്സവത്തിന്റെ ചടങ്ങുകളെ ബാധിക്കില്ല. ഇപ്പോൾ തന്ത്രിസ്ഥാനത്തുള്ളത് താഴ്മൺ മഠത്തിലെ മറ്റൊരു അംഗമായ കണ്ഠരർ മഹേഷ് മോഹനരാണ്. ശബരിമലയിലെ താന്ത്രിക അവകാശം നിലവിൽ താഴ്മൺ കുടുംബത്തിലെ അല്ലെങ്കിൽ താഴ്മൺ പരമ്പരയിലെ 2 കുടുംബത്തിലാണുള്ളത്. രാജീവരുടെ കുടുംബവും മോഹനരുടെ കുടുംബവുമാണ് ഇവ. ഈ 2 കുടുംബവും 1 വർഷം വീതം താന്ത്രിക പദവിയിൽ എത്തുകയാണ് ചെയ്യുക. മലയാള വർഷം ചിങ്ങം മുതൽ കർക്കിടം വരെയാണ് ഓരോ കുടുംബത്തിന്റെയും ഊഴം. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ഠരർ മോഹനർക്ക് ശബരിമലയിൽ വിലക്കുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ മകൻ മഹേഷ് മോഹനരാണ് തന്ത്രിയായി എത്തുന്നത്. 1 വർഷം മുൻപ് രാജീവരുടെ മകൻ കണ്ഠരർ ബ്രഹ്മദത്തനും തന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. മഹേഷ് മോഹനരുടെ ചുമതല ഓഗസ്റ്റ് 16 അവസാനിക്കും. അതിനുശേഷം രാജീവരുടെ കുടുംബത്തിനാണ് ചുമതല. ശബരിമല തന്ത്രം കയ്യിൽ വന്നതോടുകൂടി താഴ്മൺ കുടുംബം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലരായ തന്ത്രി കുടുംബമായി മാറി. അതിന് വഴിവെച്ചത് 1902 ശബരിമല തീപിടുത്തവും മകര സംക്രമ ദിനത്തിലാണ് പുൽമേഞ്ഞ ശ്രീകോവിലിന് തീപിടിച്ചത്. തിരുവാഭരണങ്ങൾ സുരക്ഷിതമായി മാറ്റി. വിഗ്രഹം മേൽശാന്തി എടുത്തുമാറ്റി. എല്ലാം കത്തിയമർന്നെങ്കിലും വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി. മുൻപ് കേരളത്തിലെ പ്രബല തന്ത്രി കുടുംബങ്ങൾ അടക്കം ശബരിമല തന്ത്രം വഹിച്ചിരുന്നു എന്നാണ് വിവരം. ഘോരവനത്തിലെ ക്ഷേത്രം തന്ത്രത്തിന് പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന ഉറപ്പില്ലാത്ത കാലം. അങ്ങനെ പലരും കൈയൊഴിഞ്ഞു. കുടുംബക്കാവിലെ ചടങ്ങുകൾ നടത്താൻ കുടുംബങ്ങളിൽ ആളില്ലാത്ത കാലം. പല കാവുകളും ക്ഷേത്രങ്ങളാക്കിയപ്പോൾ താഴ്മൺ കുടുംബം തന്ത്രം ഏറ്റു. 1902 കത്തിനശിച്ച ക്ഷേത്രം പുനർനിർമ്മിച്ചത് 1910 പ്രതിഷ്ഠ നടത്തി. താഴ്മൺ കുടുംബത്തിലെ കണ്ഠരർ പ്രഭാകർ ആയിരുന്നു അന്ന് പ്രതിഷ്ഠ നടത്തിയത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ക്ഷണപ്രകാരം അങ്ങനെയാണ് താഴ്മൺ കുടുംബം ശബരിമലയുടെ തന്ത്രത്തിലേക്ക് വരുന്നത്. 1950 വീണ്ടും ക്ഷേത്രം കത്തി നശിച്ചു. 51 ഇന്ന് കാണുന്ന പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച കണ്ഠരർ ശങ്കരരായിരുന്നു. 2 പ്രതിഷ്ഠ നടത്തിയതോടെ താഴ്മൺ കുടുംബം പൂർണ്ണ തന്ത്ര അധികാരങ്ങളായി. 1951 ശേഷമാണ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് തിരക്കേറി വന്നതും താഴ്മൺ കുടുംബം 100 കണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വളരുകയും ചെയ്തത്.
2006 കണ്ണൻ മോഹനര് ശോഭാ ജോണിന്റെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതാണ് കുടുംബത്തിന് ഏറ്റ ആദ്യ നാണക്കേട്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ ചോദ്യങ്ങളിൽ നിന്ന് മോഹനർക്ക് വേദമോ സംസ്കൃതമോ ഭാഗ്യസൂക്തമോ പോലെയുള്ള ഒന്നും തന്നെ അറിയില്ല എന്ന് വ്യക്തമായതും വലിയ നാണക്കേടായി. പിന്നെ ശബരിമലയിൽ തന്ത്രിയായി മോഹനരെ കണ്ടില്ല. അടുത്തിടെ കണ്ടത് അയ്യപ്പ സംഗമ വേദിയിലും പന്തളത്തെ ബദൽ സംഘവേദിയിലുമായിരുന്നു. മോഹനർ പെട്ട് 20 വർഷത്തിലേക്കിപ്പുറവും ആണ് മോഹനരുടെ മുത്തച്ഛന്റെ സഹോദരന്റെ മകൻ തന്ത്രി കണ്ഠ രാജീവർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത്. കേരളത്തിലെ ആത്മീയ താന്ത്രിക രംഗത്ത് സമാനതകളില്ലാത്ത സ്ഥാനത്തുള്ള താഴ്മൺ മഠം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ ദൈവതുല്യരായി ആദരിക്കുന്ന താഴ്മൺ കുടുംബാംഗങ്ങളിൽ ഒരാളായ തന്ത്രി കണ്ഠ രാജീവർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ പ്രതിയായ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന വെളിപ്പെടുത്തലാണ് കുടുംബത്തെ വിവാദത്തിലാക്കിയത്. പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന തന്ത്രി കുടുംബങ്ങളാണ് താഴ്മണ്ണും തരണനല്ലൂരും എന്നാണ് ഐതിഹ്യം. സമുദ്രയാത്രയ്ക്കിടെ താഴെ മണ്ണ് കണ്ട കുടുംബം താഴ്മൺ എന്നും കടൽ താണ്ടിപ്പോയ കുടുംബം തരണനല്ലൂർ എന്നും അറിയപ്പെട്ടു. കണ്ഠർ മഹേശ്വരർ, കണ്ഠർ കൃഷ്ണർ, കണ്ഠർ നീലകണ്ഠൻ എന്നിവരായിരുന്നു ആദ്യകാല തന്ത്രി പ്രമുഖർ. മക്കത്തായ സമ്പ്രദായം പിന്തുടരുന്ന ഈ കുടുംബത്തിൽ നിന്ന് കണ്ഠർ രാജീവരും കണ്ഠർ മഹേഷ് മോഹനരും ഉൾപ്പെടെയുള്ള പുതിയ തലമുറയാണ് ഇപ്പോൾ ശബരിമലയിലെ താന്ത്രിക അവകാശം വിനിയോഗിക്കുന്നത്. 15ഓളം വിദേശ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങളിലും ഈ കുടുംബത്തിന് താന്ത്രിക അധികാരമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധമാണ് കേസിൽ നിർണായകമായത്. മുൻപ് ആചാരവിശുദ്ധമായ വഴിപാടുകൾ നിർദ്ദേശിച്ചതിന് പോറ്റിയെ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് ഇതേ തന്ത്രിയായിരുന്നു. എന്നാൽ 2018-19 കാലഘട്ടത്തിൽ വൻ സ്പോൺസറായി പോറ്റി തിരിച്ചെത്തിയത് തന്ത്രിയുടെ പിന്തുണയോടെയാണ് എന്ന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ ഏത് ആചാരപരമായ കാര്യത്തിനും അന്തിമമായ അനുവാദം നൽകേണ്ടത് തന്ത്രിയാണ്. പലപ്പോഴായ സ്വർണ്ണപ്പാളികൾ കൈമാറാനും സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്കും തന്ത്രി നൽകിയ ഇത്തരത്തിലുള്ള അനുജ്ഞകൾ പോറ്റിക്ക് വലിയ സഹായമായെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതാണ് ഭക്തർ ആദരവോടെ കണ്ടിരുന്ന തന്ത്രിയെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ കാരണമായത്. ശബരിമലയിലെ അവസാന വാക്കായി കണക്കാക്കപ്പെടുന്ന തന്ത്രി തന്നെ ഇത്തരമൊരു സാമ്പത്തിക ക്രമക്കേടിൽ കുരുങ്ങിയത് അയ്യപ്പ ഭക്തരെ വലിയ തോതിൽ നിരാശരാക്കിയിട്ടുണ്ട്. ആചാര്യ പദവിയുടെ വിശുദ്ധ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ശബരിമല തന്ത്രം കയ്യിൽ വന്നതോടുകൂടിയാണ് താഴ്മൺ കുടുംബം കേരളത്തിലെ ഏറ്റവും പ്രബലരായ തന്ത്രി കുടുംബമായി മാറിയത്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ ചോദ്യങ്ങളിൽ നിന്ന് മോഹനർക്ക് വേദമോ സംസ്കൃതമോ ഭാഗ്യസൂക്തമോ പോലും ഒന്നും അറിയില്ല എന്ന് വ്യക്തമായതും വലിയ നാണക്കേടായി മാറി. ശബരിമലയിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ 11 വർഷങ്ങൾക്ക് മുൻപ് ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ മോഹനരെ വിചാരണ ചെയ്തതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതായി പറയുന്നത് തന്ത്രിക്ക് വേണ്ട പ്രത്യേകത അറിവുകളോ ശാന്തിപ്പണിയുടെ പ്രാഥമിക പാഠങ്ങളോ കണ്ഠർ മോഹനർക്ക് ഇല്ലെന്നായിരുന്നു. ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് PM തുളസീദാസും ചേർന്ന് നടത്തിയ വിസ്താരത്തിൽ പങ്കെടുത്തത് സംസാരിച്ച മോഹനർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലെന്നായിരുന്നു. സംസ്കൃതം അറിയുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു അത്രയും മറുപടി. പിന്നെ ശബരിമലയിൽ തന്ത്രിയായി മോഹനരെ കണ്ടില്ല. അടുത്തിടെ കണ്ടത് അയ്യപ്പ സംഗമ വേദികളിലാണ് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. എന്തായാലും അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയിൽ നടന്നതെല്ലാം ഒരു ചരിത്രം പോലെയാണ്, ഒരു കെട്ടുകഥ പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ഒന്നും തള്ളിക്കളയാനാകില്ല എന്നും മല അരയന്മാർ തന്ത്രി കുടുംബവും തന്ത്രി കുടുംബ മല അരയന്മാരുമാണെന്ന് ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ച സജീവ് എല്ലാം സാമ്പത്തിക ശരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും സമൂഹ മാധ്യമത്തിലെ ചില പോസ്റ്റുകളിലെ വളരെ നിർണായകപ്പെട്ട ഒരു വാക്കുകൂടി നോക്കാം. ഓരോ സീസണിലും ശബരിമലയിൽ തന്ത്രിയുടെ സേവനം കുടുംബത്തിലെ അംഗങ്ങളെ പ്രകാരം പ്രതിനിധീകരിക്കപ്പെടുന്നു. തന്ത്രിമാർ സന്നിധാനത്തില്ലാത്ത സമയങ്ങളിൽ മറ്റ് ക്ഷേത്രങ്ങളിലെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യും. തന്ത്രി സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു ആദ്യത്തെ വിവാദം ഉണ്ടെടുത്തത്. ഇന്നും പലവിധ ചർച്ചകൾ ഈ വിഷയത്തിൽ തുടരുന്നുമുണ്ട്. 2019 കാലഘട്ടത്തിൽ ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം അവകാശത്തെക്കുറിച്ച് താഴ്മൺ കുടുംബം വാർത്താക്കുറിപ്പ് ഇറക്കിയതും ഇതിനെതിരെ മലയാര സഭ രംഗത്ത് വന്നതും വലിയ ചർച്ചയായിരുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ തന്ത്രി പദവി BC 100 പരശുരാമൻ മഹർഷിയിൽ നിന്നും ലഭിച്ചതെന്നാണ് തന്ത്രി കുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡല്ല. തന്ത്രശാസ്ത്ര പ്രകാരം കീഴ്വഴക്കവും അനുസരിച്ച ശബരിമല ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമാധികാരവും അത് പ്രാവർത്തികമാക്കാനുള്ള അധികാരവും തന്ത്രി
യാത്രയ്ക്കാണ്. ഈ അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിയില്ല എന്നും താഴ്മൺ മഠം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ശബരിമലയിലെ താന്ത്രിക അവകാശം പരശുരാമൻ നേരിട്ട് നൽകിയതാണ് എന്ന താഴ്മൺ കുടുംബത്തിന്റെ അവകാശവാദത്തെ പരിഹസിച്ച് മലയരയ സഭ രംഗത്ത് വന്നത്. സഭാ നേതാവ് കൂടിയായിരുന്ന PK സജീവ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ശബരിമല അമ്പലം നിലവിൽ വന്നത് BC-യിലാണെന്ന പുതിയ കണ്ടെത്തലെന്നും അന്നു മുതൽ അമ്പലത്തിൽ പൂജ നടത്താൻ താഴ്മൺ കുടുംബത്തിന് പരശുരാമൻ അനുവാദം നൽകിയെന്നുമാണ് പറയുന്നതെങ്കിൽ പന്തളം എന്തു ചെയ്യുമെന്ന് സജീവ് വാദിക്കുന്നു. പന്തളം BC-യിലല്ലോ വന്നത്, ഇനി തിരുവാഭരണം എങ്ങനെ അയ്യപ്പന് ചാർത്തും? കാലഗണനയുമായി ശരിയാകുന്നില്ല. അട്ടർ കൺഫ്യൂഷനാണുള്ളത്. ഇനിയും അങ്ങോട്ട് പോയാൽ താഴ്മൺ കുടുംബമാകെ മലയര കുടുംബമാണെന്ന് പ്രഖ്യാപിച്ചാലോ എന്നും സജീവ് പരിഹസിച്ചു. ശബരിമലയിൽ തേനഭിഷേകവും പഞ്ചലങ്കാര പൂജയും വിളിച്ചു ചൊല്ലലും പ്രാർത്ഥനയും അവർ ഏറ്റെടുത്തേക്കുമോ എന്നും മലയിലെ മകരവിളക്ക് തെളിയിക്കലും ശബരിയും നീലിയും ചക്കിയും എല്ലാം ആ കുടുംബത്തിൽ നിന്നാണ് എന്ന സർട്ടിഫിക്കറ്റുമായി എത്താൻ സാധ്യതയുള്ളതാണ് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒന്നും തള്ളിക്കളയാനാകില്ലെന്നും മലയരയന്മാർ തന്ത്രി കുടുംബവും തന്ത്രി കുടുംബം മലയരയന്മാരാണ് എന്ന് ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സജീവ് എല്ലാം സാമ്പത്തിക ശരണം എന്ന് പറഞ്ഞുകൊണ്ടുമാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഏതായാലും കാലം താഴ്മൺ കുടുംബത്തോട് പകരം വീട്ടുകയാണോ എന്ന് തോന്നിപ്പോകും പുതിയ സംഭവവികാസങ്ങൾ കാണുമ്പോൾ.